ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തനിലയുടെ തോരനാണ്. ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നല്ല രുചിയാണ്. അപ്പോൾ വീട്ടിൽ കിട്ടാനുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാണ് എൻ്റെ വീട്ടിലെ മത്തൻ്റെ വള്ളി. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് രണ്ട് മത്തനാണുള്ളത്, ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മത്തൻ്റെ ഇല പറിച്ചെടുക്കണം. മത്തൻ്റെ ഇല പറിക്കുമ്പോൾ ഇളയ ഇല നോക്കി പറിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ലൈറ്റ് പച്ച കളറുള്ള ഇല നോക്കിയിട്ട് പറിച്ചെടുക്കുക. ഇതുപോലെ ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മത്തൻ്റെ പൂക്കളും തോരൻ വെച്ച് കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഇതാ ഒരു ചെറുത് ഇവിടെ ഇരിക്കേണ്ടുന്നുണ്ട്, പിന്നെ ഇതാ പൂക്കൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മത്തൻ്റെ ഇലയെല്ലാം പറിച്ചെടുത്തിട്ട് ഇതുപോലെയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ നന്നാക്കാറുള്ളത്. കാരണം ഇതിൻ്റെ മത്തൻ്റെ ഈ ഒരു സംഭവം ഒഴിവാക്കണം. കാരണം അതിൻ്റെ ആ നാര് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര കയ്പ്പുണ്ടാകും, നമ്മളുടെ തോരൻ എന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പിച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെറുതാക്കി വീണ്ടും അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കഴുകണം, കാരണം ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തോരൻ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കടി വരും. നമ്മൾ ഇതുപോലെ നന്നാക്കിയിട്ട് കഴുകിയെടുക്കണം. വൃത്തിക്ക് കഴുകിയെടുത്ത ശേഷം ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം നമ്മൾ ഈ പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ജാറിലേക്ക് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾ ഇത്രയും എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു പാകത്തിന് ഒന്ന് അരച്ചെടുക്കണം. കറിവേപ്പിലയൊക്കെ ഇത്രയും നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. വീട്ടിൽ ലഭിക്കുന്നതാണെങ്കിൽ ഇത്രയും നല്ലതാണ്. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനിട്ടു. കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ ഇത് രണ്ടും ചതച്ചതും പിന്നെ വറ്റൽമുളകുമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളറായിട്ട് മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കണം. അതിന് ശേഷമാണ് മത്തൻ്റെ ഇല നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ ഇത് ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും, ചെറിയുള്ളി വെളുത്തുള്ളിയുടെയൊക്കെ. അതിനുശേഷം ഇതിലേക്ക് മത്തൻ്റെ ഇല ഇട്ടിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കണം. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നതെല്ലാം ചൂട് തട്ടുന്നതനുസരിച്ച് ഇന്നിങ്ങനെ അമർന്ന് വരും. അതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ അത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒന്ന് അമർന്ന് വരും നമ്മളുടെ ഉപ്പേരി. അതിന് ശേഷമാണ് വേണ്ട അത്ര ഉപ്പ്. ഞാൻ ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ട പാകത്തിന് ഉപ്പിടണം. ഉപ്പ് ഒരിക്കലും ഏറാതെ ശ്രദ്ധിക്കുക. ഉപ്പ് ഏറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ തേങ്ങ, നേരത്തെ നമ്മൾ അരച്ചെടുത്ത തേങ്ങയൊക്കെ ഓരോരുത്തർക്കും ഓരോ അളവാണ്. തേങ്ങ ഒരുപാട് ഇടുന്നവരുണ്ട്, ആവശ്യത്തിന് ഇടുന്നവരുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ മിക്സ് ആയിട്ടില്ല, ഒരുപാട് ഇങ്ങനെ ചെയ്ത് അവസാനം ഇതേ പരുവത്തിൽ മിക്സായി കിട്ടും നമുക്ക്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നല്ല ആവി വറക്കുന്ന ചോറിൻ്റെ കൂടെയൊക്കെ ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഫൈനലി നമുക്കിതാ നമ്മുടെ ടേസ്റ്റി ആവി പറക്കുന്ന ഉപ്പേരി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.